Assalamualaikum warahmatullahi wabarakatuh. Waalaikumsalam. Alhamdulillah. Alladhi anzala ayatin bayyinat wa kitaban mubina. Walladhi nazzala al-Qur'ana Qur'anan Arabiyyan ghayra dhi iwajin la'allahum yattaqun bilisanin Arabiyyin mubin la'allakum ta'qilun. Allahumma salli wa sallim wa barik ala nabiyyina Muhammad wa ala alihi wa sahbihi ajma'in. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن الآن في القسم الثاني من دورة الثالثة من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിന് എളുപ്പയുടെ കീഴിൽ നടന്നു വരുന്ന ദുറൂസ് അൽ-ലുഗത്തുൽ അറബിയ്യ ലഗൈരി നാതിഖീന ബിഹ എന്ന പഠന പരമ്പരയിലാണ്. അതിലെ മൂന്നാം സെമസ്റ്റർ രണ്ടാം ഭാഗത്താണ്, രണ്ടാം ഘട്ടത്തിലാണ് നാം ഉള്ളത്. ഇതൊക്കെ എഴുതിയൊക്കെ ഗ്രൂപ്പിലിടാൻ പറഞ്ഞായിരുന്നു. ഗ്രൂപ്പിലിട്ടൊക്കെ നോക്കി കിട്ടിയായിരുന്നു. ഹയ്യ യു ഹയ്യി എന്താണ് അതിന്റെ ക്രിയാധാതു? ഹയ്യ യു ഹയ്യിയുടെ ക്രിയാധാതു തഹിയ്യത്ത്. അപ്പോ സമ്മായുസമ്മി റബ്ബായു റബ്ബി ഹന്നഅയു ഹന്നിഉ മാഷാ അല്ലാഹ് മാഷാ. അപ്പോ പിന്നെ ഇസ്മുൽ ഫാഇലും പഠിച്ചല്ലേ? ഇസ്മുൽ ഫാഇൽ. അസ്സനയുടെ ഇസ്മുൽ ഫാഇൽ എന്താണ്? അപ്പോ ദഖനയുടെ ദഖന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദഖന യുദഖിനു, സ്മോക്ക് ചെയ്തു കേട്ടോ, പുകവലിച്ചു. മുദഖിനും. അപ്പോ പുകവലി ക്രിയാധാതു എന്തായിരിക്കും അതിന്റെ? അതിന്റെ ക്രിയാധാതു എന്താ? ദഖനുവിന്റെ തസ്ബീഹ്. അപ്പൊ നൗഫൽ കണ്ടിട്ടുണ്ടാവും, മംനൂ തദ്ഖീനൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതാണ് മംനൂ തദ്ഖീൻ എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് പ്രൊഹിബിറ്റഡ്. അപ്പോ സജ്ജലയുടെ കർത്താവ് മുസജ്ജിലുൻ. എന്താ മുസജ്ജിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മുസജ്ജിലുൻ റെക്കോർഡ് ചെയ്യുന്നവൻ. മുസജ്ജിൽ റെക്കോർഡ് ചെയ്യുന്നവൻ. അപ്പൊ മുസജ്ജിൽ എന്ന് പറഞ്ഞാൽ റെക്കോർഡർ, ടേപ്പ് റെക്കോർഡർ. എഴുതി റെക്കോർഡാക്കുന്ന ആൾക്ക് മുസജ്ജിൽ എന്ന് പറയാം, എഴുതാനിരിക്കുന്ന ആൾക്ക് മുസജ്ജിൽ എന്ന് പറയാം. അതേപോലെ ഇപ്പൊ സമ്പതി അപ്രസക്തമായെങ്കിലും നമുക്കറിയുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് മുസജ്ജിൽ. അതാണ് മുസജ്ജിൽ കേട്ടോ, റെക്കോർഡർ. എന്താണ് അദ്ദന? ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ നമ്മള്? വിളിക്കപ്പെട്ടു വിളിക്കപ്പെട്ടു എന്നെങ്ങനെ കിട്ടി? മജ്ഹൂൽ എങ്ങനെ കിട്ടി? വിളിച്ചു, വിളംബരം ചെയ്തു, വിളിച്ചു പറഞ്ഞു, വിളംബരം ചെയ്തു എന്നൊക്കെയാണ്. മുഅദ്ദിൻ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഇത് രണ്ട് ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് ഒരായത്തിൽ. അടുത്തടുത്ത്
എനിക്ക് തോന്നുന്നു ഒന്നിലധികം ആയത്തിൽ ഇതേപോലെ വന്നിട്ടുണ്ടെന്നോ. അദ്ദന മുഅദ്ദിൻ രണ്ട് സ്ഥലത്ത് ഒന്നിലധികം സ്ഥലത്തുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദന മുഅദ്ദിനുൻ പിന്നെ അൽഅനത്തുല്ലാഹി എന്നൊരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ലേ? ثم أذن مؤذن يا أيتها العير. സൂറത്ത് യൂസുഫിലല്ലാതെ വേറെ സ്ഥലത്ത് മുഅദ്ദിനെ കുറിച്ച് പറയുന്നു. വിളിക്കുന്നവൻ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദന മുഅദ്ദിൻ നമ്മൾ ഖുർആൻ എന്ത് വരച്ചു കവ്വറയാ സവ്വറ യുസവ്വിറു. അതെ, എന്താണ് വരച്ചു എന്നാണ്. സൂറത്തെന്ന് വെച്ചാ പിക്ചറല്ലേ? ആ, അപ്പൊ സവ്വറ പിക്ചർ എടുത്തു, ചിത്രീകരിച്ചു. فأذن مؤذن بينهم اللعنة الله على الظالمين. സൂറത്തുൽ അഅറാഫ് 44. പിന്നെ സൂറത്ത് യൂസുഫിലും ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ വായിച്ചിടാൻ പറഞ്ഞല്ലേ, അല്ല എഴുതിയിടാൻ പറഞ്ഞത്. മൂന്നാമത്തെ പോയിന്റും 4ാമത്തെ പോയിന്റും എഴുതിയിടാൻ പറഞ്ഞതാണ്. അപ്പോ മുഹദ്ദിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? മുഹദ്ദിസ് സംസാരിക്കുന്നു. അപ്പൊ ഇസ്ലാമിന്റെ സാങ്കേതിക പദത്തിൽ മുഹദ്ദിസ് എന്ന് പറഞ്ഞാൽ ഹദീസ് പറഞ്ഞു തരുന്ന ആള് മുഹദ്ദിസ്. അപ്പൊ എന്താണ്? ഇമാം ബുഖാരി മുഹദ്ദിസാണ്, ഇമാം മുസ്ലിം മുഹദ്ദിസാണ്. അപ്പോ മുഹദ്ദിസ്, മുസവ്വിർ, മുദഖിൻ. അപ്പോ ദർറസയുടെ അർത്ഥം എന്താ? പഠിപ്പിച്ചു. ദർസ പഠിച്ചു, ദർറസ പഠിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ അധ്യാപകൻ എന്ത് പേര് പറയും? മുദർരിസുൻ. റാ തർക്കിക്ക് ചെയ്യണം കേട്ടോ. കസ്റ റാ എന്ത് ചെയ്യണം? തർക്കിക്ക് ചെയ്യണം, നേർപ്പിക്കണം. മുദർരിസ്. وعرفت في درس سابق أن اسم المفعول من الفعل الثلاثي المجرد على وزن مفعول. واسم الفاعل على اسم المفعول هذا passive participle എന്തായിരിക്കും? മഫ്ഊലിന്റെ രൂപത്തിലായിരിക്കും വരുന്നത്. وعلم أن الآن أن اسم المفعول من الفعل غير الثلاثي المجرد يكون على وزن اسم فاعله على وزن اسم فاعله مع فتح ما قبل الآخر. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നത് മഫ്ഊൽ. മഫ്ഊൽ ഇസ്മുൽ ഫാഇലിനെ കുറിച്ചാണ് നമ്മളിപ്പോ മുദർരിസ്, മുസവ്വിർ, മുദഖിൻ, മുസജ്ജിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇസ്മുൽ മഫ്ഊൽ എടുക്കുമ്പോ അതേ രൂപം തന്നെയാണ് എടുക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഫത്ഹ് മാ ഖബലൽ ആഖിർ, അവസാനത്തെ അതായത് സെക്കൻഡ് ലാസ്റ്റിന് എന്ത് ചെയ്യണം? ഫത്ഹ് കൊടുക്കണം. അത് നമ്മള് അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പറഞ്ഞായിരുന്നു. വൈറസുലാസിയിൽ മുജറദ്. നമ്മൾ 3+ കാര്യമാണ് പറഞ്ഞത്. 3+ ആണ് നമ്മൾ അവിടെ പഠിച്ചത്. ഇവിടെ പറയുന്നത് ഗൈറിൽ സുലാസിയിൽ മുജറദ്. സുലാസി മുജറദ് അല്ലാത്തതിനെല്ലാത്തിനും ഇതേ നിയമമാണുള്ളത്. അപ്പോ 3+ഉം 4ഉം 4+ഉം എല്ലാം അതേ നിയമമാണുള്ളത്.
അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒറ്റ വാക്യത്തിൽ. المفعول من الفعل واعلم أن اسم المفعول من الفعل غير الثلاثي المجرد يكون على وزن اسم فاعله. اسم فاعل هذا وزن ആയിരിക്കും مع فتح ما قبل الآخر. സെക്കൻഡ് ലാസ്റ്റിന് എന്ത് ചെയ്യണം? ഫാത്തിഹയാണ്. അപ്പൊ എന്തായി? സജ്ജല യുസജ്ജിലു മുസജ്ജിലുൻ എന്ന് പറഞ്ഞത് എന്തായി? മുസജ്ജലുൻ എന്നായി, റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ഓക്കെ. അപ്പോ അല്ലഫ എന്താ അർത്ഥം നമ്മൾ പഠിച്ചത്? അല്ലഫ ഗ്രന്ഥം രചിച്ചു, അല്ലെങ്കിൽ അല്ലഫ ബൈന ഖുലൂബിഹിം എന്ന് പറഞ്ഞപ്പോ എന്താ? കോർത്തിണക്കി. കൂട്ടിയിണക്കിയല്ല, കോർത്തിണക്കി. ഈലാഫി ഖുറൈശ്. അപ്പോ അതിന്റെ ഇസ്മുൽ ഫാഇൽ എന്തായിരിക്കും? അപ്പൊ എന്തായി അർത്ഥം? അല്ലെങ്കിൽ ഗ്രന്ഥകർത്ത. അപ്പൊ ആ ഗ്രന്ഥത്തിന് എന്ത് പറയും? മുഅല്ലഫുൻ, രചിക്കപ്പെട്ടത്, ക്രോഡീകരിക്കപ്പെട്ടത്, അല്ലെങ്കിൽ രചിക്കപ്പെട്ടത്. മുഅല്ലഫ്. നമ്മൾ പറഞ്ഞല്ലോ സക്കാത്തിന്റെ അവകാശികൾ മുഅല്ലഫത്ത് ഖുലൂബ് എന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പൊ മുഅല്ലഫുൻ, ഇണക്കപ്പെട്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റത്തബ, ഇസ്മുൽ ഫാഇലും ഇസ്മുൽ മഫ്ഊലും പറയും. മുറത്തിബുൻ, പിന്നെ മുറത്തബുൻ. റത്തബ ക്രമപ്പെടുത്തി. റത്തബ ക്രമപ്പെടുത്തി. ഇത് പഠിച്ചോളൂ. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ അതിലേക്ക് പോകാഞ്ഞത് നമ്മൾ അതിന്റെ ഘടന പഠിക്കാത്തത് കൊണ്ടാണ്. റത്തബ, അതിൽ നിന്നാണ് തർത്തീബ് വന്നു. തർത്തീബ്. അപ്പൊ ഓതവും നമസ്കാരമൊക്കെ ശരിയാണോ? എന്ത് വേണം? തർത്തീബ് വേണം. ആദ്യം പോയിട്ട് സുജൂദ് ചെയ്തിട്ട് പിന്നെ അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് ഫാത്തിഹ ഓതിയാ പോരാ. അപ്പോ അതെന്ത് ചെയ്യണം? തർത്തീബ് വേണം. അതേപോലെ ആദ്യം കാല് കഴുകിയിട്ട് പിന്നെ തല കഴുകിയാ പോരാ. തർത്തീബ്, ക്രമം. അതിനാണ് ക്രമം, ക്രമപ്പെടുത്തൽ, ക്രമം. അപ്പോ ക്രമപ്പെടുത്തിയ ആൾക്ക് എന്ത് പറയും? ക്രമപ്പെടുത്തപ്പെട്ടത് മുറത്തബുൻ. പിന്നെ സല്ലഹ, മുസല്ലഹുൻ, മുസല്ലഹുൻ. സല്ലഹ എന്താ അർത്ഥം? അത് സ്വായാണ്, അത് സ്വായാണ്, സീനാണ്. ആയുധം ധരിച്ചു, ആയുധം ധരിച്ചു. സിലാഹ്, ആയുധം, സിലാഹ്. അപ്പൊ മുസല്ലഹുൻ, മുസല്ലഹുൻ. സല്ലഹ, ടു ആം, ടു ആം. മറ്റേ ആൾക്ക് ആയുധം കൊടുത്തതിന് എന്ത് പറയാം? തസ്ലീഹ്. ആയുധം ധരിപ്പിച്ചു, ആയുധം വിതരണം ചെയ്തു. അടുത്തത് അല്ലഖ. ഇസ്മുൽ മാഹിയ ഇസ്മുൽ ഫാഇൽ വമാഹിയ ഇസ്മുൽ മഫ്ഊൽ. മുഅല്ലിഖുൻ, മുഅല്ലഖുൻ, മുഅല്ലഖത്തുൻ, മുഅല്ലഖുൻ. പറയുന്നതാണ് എന്ത് വന്നത്? അൽ മുഅല്ലഖാത്ത്. അൽ മുഅല്ലഖാത്ത് ഉണ്ടല്ലോ,
നമ്മുടെ മഹാകവികളെ പറയുന്നത് പോലെ അവിടുത്തെ മഹാകവികൾ എന്താ ചെയ്തിരുന്നത്? അവരെ മഹാകവികളായി പ്രഖ്യാപിക്കപ്പെടുമ്പോ അവരെ കവിതകൾ എന്ത് ചെയ്യും? തൂക്കും, കെട്ടിത്തൂക്കും. അവിടെ എഴുതി കെട്ടിത്തൂക്കും. അപ്പോ മുഅല്ലഖത്തുൻ എന്ന് പറഞ്ഞപ്പോ എന്താ അർത്ഥം? മുഅല്ലഖുൻ, കെട്ടിത്തൂക്കപ്പെട്ടത്. അപ്പോ അങ്ങനെയുള്ള 7 കവിതകളാണ് ഉണ്ടായിരുന്നത്. 7 കവികളുടെ കവിതകളായിരുന്നു കെട്ടിത്തൂക്കപ്പെട്ടിരുന്നത്. അതാണ് അൽ മുഅല്ലഖാത്തു സബഅ എന്നറിയപ്പെടുന്നത്. അൽ മുഅല്ലഖാത്തു സബഅ, കെട്ടിത്തൂക്കപ്പെട്ട 7 എണ്ണം. അതിന്റെ കർത്താക്കൾ അതിന്റെ കവികളെ സപ്തകവികൾ എന്നറിയപ്പെടും. ആ ഗ്രന്ഥത്തെ അത് കവിതകളുടെ മുഅല്ലിഫിനെയാണ് കേട്ടോ. അപ്പൊ കെട്ടിത്തൂക്കിയ ആളല്ല പറയുന്നത്, മുഅല്ലഖ് കെട്ടിത്തൂക്കിയ ആള്. മുഅല്ലഖ് പിന്നെ അതിന് മുഅല്ലഖാത്ത് വരാൻ കാര്യം എന്താ? ബഹുവചനമായപ്പോഴത്തേക്കും എന്തായി? മുഅല്ലഖത്തുൻ, മുഅല്ലഖാത്തുൻ, അൽ മുഅല്ലഖാത്തു സബഅ എന്നാ പറയുക. ഹദീസിലുണ്ട് അല്ലഖ. ദ്വിവചനല്ലേ മുഅല്ലഖാത്ത്? അല്ല, ദ്വിവചനമാണോ? ആത്ത് വരുമ്പോ ദ്വിവചനമാണോ? വലിയമത്തെ അലൈക്കും ഉമ്മഹാത്തുക്കും ബനാത്തുക്കും അമ്മാത്തുക്കും ഖാലാത്തുക്കും എന്നൊക്കെ പറഞ്ഞെല്ലാം ദ്വിവചനമാണോ? അല്ല അല്ല. ബനാത്തുക്കും നിങ്ങളെ 2 പെൺകുട്ടികൾ ആണോ? മുസ്ലിമൻ മുസ്ലിമത്തുൻ മുസ്ലിമാത്തുൻ എന്നല്ലേ നമ്മൾ പഠിച്ചത്? ആദ്യത്തെ പാഠങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക്. എന്തായി? മുസ്ലിമുൻ മുസ്ലിമത്തുൻ മുസ്ലിമാത്തുൻ എന്താണ് അർത്ഥം? പുല്ലിംഗവും സ്ത്രീലിംഗവും ബഹുവചനം. സ്ത്രീലിംഗ ഏകവചനവും അതിന്റെ ബഹുവചനമാണ്. മുസ്ലിമത്തുൻ മുസ്ലിമാത്തുൻ. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത്. അല്ലേ? അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലോട്ട് ആയത്തുകളൊക്കെ അന്ന് നമ്മൾ പറഞ്ഞു നേരം. തഹ്രീമിൽ ആയത്ത് പറഞ്ഞില്ലേ? ربه إن طلقكن أن يبدله أزواجا خيرا منكن مسلمات مؤمنات قانتات تائبات عابدات سائحات سيبات. الخبيثون للخبيثات والطيبات. الخبيثون للخبيثات الطيبات للطيبين. الطيبون للطيبات. തിരിഞ്ഞു പോയി. ഓക്കെ. അത് ഈ അല്ലഖ എന്ന വാക്ക് ഹദീസിൽ വന്നിട്ടുണ്ട്. മൻ അല്ലഖ തമീമത്തൻ. അപ്പോ മറ്റേ ഏലസൊക്കെ കെട്ടിത്തൂക്കിയാൽ എന്തായി? ശിർക്കാണോ? നിഷേധിച്ചു. അതേപോലെ ജല്ലത. ജിൽദ് എന്താണ്? തോല്. ജിൽദ് തോല്. ജല്ലദ യുജല്ലിദു. അല്ലല്ല, ജല്ലദ യുജല്ലിദു. ഹദ്ദടിക്കൂലേ? ഹദ് തജ്ലീദ് എന്നാ പറയാ. ജല്ലദ യുജല്ലിദു. ചാട്ടവാറടിയ. അത് തന്നെ.
സോറി, ജലതയാണ് എന്ത് ചാട്ടവറടിച്ചത്. ജലത ചാട്ടവറടിച്ചു. ജല്ലത എന്ന് പറയുമ്പോ എന്തായി? ജിൽദാക്കി. ജൽദ് തോല്. ജല്ലത ആ തോല് കൊണ്ട് പൊതിഞ്ഞതാക്കി എന്നർത്ഥം. ജല്ലത. അപ്പൊ എന്തായി? അതിന്റെ കർത്താവ് എന്താ? ഇസ്മുൽ ഫായില് മുജല്ലിദ്, ബൈൻഡ് ഇട്ടവൻ. നേരത്തെ പറഞ്ഞല്ലോ, ബൈൻഡ് ചെയ്തു, ബൈൻഡ് ഇട്ടവൻ. അപ്പൊ മുജല്ലദ് എന്തായി? ബൈൻഡ് ചെയ്യപ്പെട്ടത്. ബൈൻഡ് ചെയ്യപ്പെട്ടത്. പിന്നെ അതിനെ എന്ത് ചെയ്തു? അപ്പൊ വലിയ ഗ്രന്ഥങ്ങളാണെങ്കിൽ, വലിയ സുദീർഘമായ ഗ്രന്ഥമാണെങ്കിൽ അതിനെ മുജല്ലദാക്കപ്പെട്ടത്, ബൈൻഡ് ആക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ജുസ് ആക്കപ്പെട്ടത് എന്ന അർത്ഥത്തിൽ പറയും. ജസ എന്ന അർത്ഥത്തിൽ പറയും മുജല്ലദ്. അപ്പം അൽ മുജല്ലദുൽ അവ്വൽ, അൽ മുജല്ലദു സാനി, അൽ മുജല്ലദു സാലിസ്, ഇങ്ങനെ പറയാം. അൽ ജുസുൽ അവ്വൽ എന്ന് പറയുന്നതിന് പകരം അതെ, വോളിയമാക്കി എന്ന അർത്ഥത്തിൽ അതിന്റെ ആവിർഭാവം എന്ത് ചെയ്തു? ബൈൻഡ് ചെയ്തു എന്നർത്ഥം. ജിൽദ് തോല് വെച്ചാണ് അന്ന് ബൈൻഡ് ചെയ്തിരുന്നത്. പിന്നെന്തായി? ജല്ലത തോല് വെച്ച് ബൈൻഡ് ഉണ്ടാക്കി എന്നായി. പിന്നെ അതിനെന്ത് ചെയ്തു? അതിനെ ഒരു അധികം വാള്യങ്ങളുള്ള പുസ്തകങ്ങളെ ഓരോ വാള്യങ്ങളാക്കി തിരിച്ചു എന്ന അർത്ഥം വന്നു. അപ്പോ മുജല്ലദുൽ അവ്വൽ, അൽ മുജല്ലദു സാനി, ഇങ്ങനെ വരും. അതേപോലെ ലവ്വന. ലൗന് എന്താണ്? ലൗന് ലൗന് കളർ. അപ്പൊ ലവ്വന എന്ന് പറഞ്ഞാൽ കളർ നൽകി, നിറം കൊടുത്തു. അപ്പൊ മുലവ്വിൻ ആരാണ്? കളർ കൊടുത്ത ആള്, കളർ ചെയ്യുന്ന ആള്. നിറം കൊടുക്കപ്പെട്ടത് എന്ന് പറയും പാസീവ്, മുലവ്വനുൻ, കളേർഡ്. അപ്പൊ നമ്മള് കിതാബുൻ അൽ ജദീദു മുലവ്വനുൻ, നമ്മുടെ ഫഹ്മുൽ ഖുർആൻ അല ഐശരി തരീഖിന്റെ കിതാബുൽ ജദീദ് മുലവ്വനാണ് എന്ന് പറഞ്ഞാല് കളർഫുൾ ആണ്, നിറം കൊടുക്കപ്പെട്ടതാണ്. അപ്പൊ കിതാബുൻ മുലവ്വനുൻ, കളേർഡ് ബുക്ക്. മൾട്ടി കളർ എന്നുള്ളതിന് എന്ത് പറയും? മുലവ്വൻ എന്ന് പറയും. അപ്പൊ അതേപോലെ ഹമ്മദ എന്താ? ഹമ്മദ. ഹമിദ എന്ന് പറഞ്ഞാലും സ്തുതിച്ചു എന്ന് തന്നെയാണ്. ഹമ്മദ എന്ന് പറഞ്ഞാലോ അല്ല, അധികം സ്തുതിക്കുക എന്നാണ്. ടു പ്രൈസ് എക്സസീവ്ലി, ആധിക്യത്തിന്റെ രൂപമാണത്. അപ്പോ നസലാക്കിയത് പോലെയല്ല. നസല ഇറങ്ങി, നസല ഇറക്കി. അതേസമയം ഹമീദ സ്തുതിച്ചു, ഹമ്മദ അധികം സ്തുതിച്ചു. അപ്പൊ നമ്മുടെ അന്ത്യപ്രവാചകന്റെ പേരിന്റെ അർത്ഥം എന്താ? അത്യധികം വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടതാരാ? അന്ത്യപ്രവാചകനാണ് വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുന്നത്. അത് വല്യപ്പ അറിയാതെ പേരിട്ടതാണ്.
അബ്ദുൽ മുത്തലിബാണ് നബിക്ക് പേരിട്ടത്. അപ്പൊ അദ്ദേഹം അതൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഇട്ട പേരാണ് മുഹമ്മദ്, വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ മുഹമ്മിദുൻ വാഴ്ത്തുന്നവൻ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു വരാൻ പറഞ്ഞാണ്. ഇതിലൊന്നും നമ്മൾ സംഗതി പുതിയ വാക്കുകൾ പഠിച്ചു എന്നുള്ളതല്ലാതെ പുതിയ പ്രയോഗങ്ങളൊന്നും ഇതിൽ പഠിക്കാനില്ല. ഇത് നമ്മൾ നേരത്തെ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതാണ്. ഇനി പഠിക്കാനുള്ളത് അറഫ്ത ഫീ ദർസിൻ സാബിഖൻ, മുൻ പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് കേട്ടാ. മുൻ പാഠത്തിൽ പഠിച്ചു അന്നസ്മസ് ജമാനി വൽ മക്കാനി. അന്നസ്മസ് ജമാനി വൽ മക്കാനി, ഇസ്മു ജമാനും മക്കാനും പഠിച്ചായിരുന്നു. യുസ്തഖാനി മിനൽ ഫിഅലി സുലാസിയിൽ മുജറദി. എങ്ങനെയുള്ള ഇസ്മുൽ മക്കാനാണ് പഠിച്ചത്? ജമാനും മക്കാനും യുസ്തഖാനി ഡിറൈവ്ഡ് ചെയ്തു വരുന്നത്. ഇസ്തഖ ഇസ്തഖ എന്ന് പറഞ്ഞാൽ പദം നിഷ്പന്നമായി വരുന്നു എന്നാണ്. ഇസ്തഖ നിഷ്പന്നമായി. യുസ്തഖാനി അവ നിഷ്പന്നമാക്കപ്പെടും, അല്ലെങ്കിൽ ആവിർഭവിക്കപ്പെടും, ഉണ്ടാക്കപ്പെടും, നിർമ്മിക്കപ്പെടും. മിനൽ ഫിഅലി സുലാസി അൽ മുജറദി, മൂന്നക്ഷരങ്ങൾ മാത്രമുള്ള, മൂന്നടിസ്ഥാന അക്ഷരങ്ങൾ മാത്രമുള്ള ക്രിയയിൽ അലാ വസ്നി മഫ്അൽ, മഫ്അലിൽ വരും എന്ന് പറഞ്ഞു. മക്കാൻ, മക്കാനും ജമാനും മക്കാനും മഫ്അലിലും മഫ്അലിലും വരും. അപ്പൊ മസ്ജിദ് അങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു. മഫ്ഇൽ. വഅലമിൽ ആൻ, ഇപ്പൊ മനസ്സിലാക്കേണ്ടത് അന്നഹുമ, ബോത്ത് ഓഫ് ദം, അവ രണ്ടും യുസ്തഖാനി ആവിർഭവിക്കപ്പെടും, അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെടും. മിൻ ഗൈരി സുലാസിയിൽ മുജറദി, സുലാസി മുജറദ് അല്ലാത്തത്. ഇപ്പൊ എന്തായി? കോമൺ ആയി. എവിടെ മുതലുള്ളതെല്ലാം സുലാസി, മൂന്നക്ഷരങ്ങളുടെ അപ്പുറമുള്ളതെല്ലാം അലാ വസ്നി ഇസ്മി മഫ്ഊലിഹി, ഇസ്മുൽ മഫ്ഊലി എന്നാണ് എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. ഇസ്മുൽ മഫ്ഊലിന് എടുക്കണം. അലാ വസ്നി മഫ്ഊലിഹി നഹ്വ് സല്ലാ യുസല്ലി മുസല്ലൻ. മുസല്ലൻ. ഇപ്പൊ എന്തായി? നേരത്തെ നമ്മൾ പഠിച്ചില്ലേ ഇസ്മു മഫ്ഊല്. ഇസ്മു മഫ്ഊല് പറഞ്ഞപ്പോ മുഅല്ലിഫുൻ, അല്ലഫ യുഅല്ലിഫു മുഅല്ലിഫുൻ എന്ന് പറഞ്ഞു. അപ്പൊ മുഅല്ലഫ് എന്ന് പറഞ്ഞാൽ എന്തായി? സ്ഥലത്തെ സൂചിപ്പിക്കുന്ന പദവും ആയി. ഓക്കെ. ജമാനിന്റെയും മക്കാന്റെയും സ്ഥലമായി, സ്ഥലത്തെയും സമയത്തെയും സൂചിപ്പിക്കുന്ന പദമായി. അപ്പൊ അങ്ങനെയാണ് എന്ത് വന്നത്? മുസല്ല വന്നത്. സല്ലാ യുസല്ലി മുസല്ലൻ ഐ മക്കാനു സ്വലാത്തിഹി, മക്കാനു സ്വലാത്തി, നമസ്കാരത്തിന്റെ സ്ഥലം. മുസല്ല കൊണ്ടാ ഖുർആനില് വായിച്ചിട്ടില്ലേ? വത്തഖിദു മഖാമി ഇബ്രാഹിം മുസല്ല. മഖാം ഇബ്രാഹിമിനെ നമസ്കാര സ്ഥലമായി സ്വീകരിക്കുക. അപ്പോ ഇസ്മുൽ മഫ്ഊലിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇസ്മുൽ മക്കാനിനും ഇസ്മുൽ സമാനിനും വേണ്ടി ഉപയോഗിക്കുന്നു. النقطة السادسة تأمل الأمثلة لباب فعل. ഉദാഹരണം, ഫഅലയുടെ ഉദാഹരണം ശ്രദ്ധിച്ച് വായിക്കുക. വഅയ്യിൻ ഫീഹിമ വഅയ്യിൻ ഫീഹൽ മാദിയ വൽ മുദാരിഅ. അവരെന്ത് ചെയ്യണം?
മാളിയെയും മുലാരിയെയും എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക, നിശ്ചയിക്കുക, അടയാളപ്പെടുത്തുക. വൽ അമ്ര മാളി മുലാരി അമ്ര വൽ മസ്ദർ വസ്മുൽ ഫാഇലി വസ്മുൽ മഫ്ഊലി വസ്മയിസ് സമാനി വസ്മയിസ് സമാനി വൽ മകാൻ. എന്താ വസ്മയി എന്ന് പറഞ്ഞത്? വസ്മയി എന്ന് പറഞ്ഞതിന്റെ പൂർണ്ണ രൂപം എന്താ? ഇസ്മി വസ്മൈനി എന്നാണ്. വസ്മൈനി, നിന്റെ പേര് വസ്മൈനി നിന്റെ പേരല്ല, അസ്മഈനി രണ്ട് ദ്വിവചനം. രണ്ട് പേരുകൾ അല്ലല്ല, ദ്വിവചനവും അല്ല. ശ്രദ്ധിച്ച് വായിക്കാത്. വഅയ്യിൻ ഫീഹിമൽ മാദിയ, അതിൽ നിന്നും മാദിയെയും വൽ മുദാരിയ വൽ അംറ വൽ മസ്ദറ വസ്മൽ ഫാഇല വൽ മഫ്ഊല അൽ ഇസ്മൽ ഫാഇലി വൽ മഫ്ഊലി ഇതിനെയൊക്കെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. വസ്മൈനി പിന്നെ എന്ത് ചെയ്യണം? രണ്ട് നാമങ്ങളെയും മാർക്ക് ചെയ്യണം. ഒന്നുകൂടെ വായിച്ചു നോക്കുക. അയ്യൻ ഫീഹിമൽ മാദിയ വൽ മുദാരിയ. അയ്യൻ എന്നതിന്റെ എന്താണ്? മഫ്ഊൽ ബിഹിയാണ് മാദിയ മുദാരിയ എന്ന് പറഞ്ഞത്. മാദിയ എന്നത് അതിന്റെ മഫ്ഊൽ ബിഹിയാണ്. പിന്നെ വാവ് ഉപയോഗിച്ച് അതിലേക്ക് ഇളാഫത്ത് ചെയ്തു. മുദാരിയുടെ അൽ അംറിനെയും അതിലേക്ക് ഇളാഫത്ത് ചെയ്തു, അൽ മസ്ദറിനെയും ഇളാഫത്ത് ചെയ്തു. അപ്പൊ എല്ലാം അതിന്റെ അടയാളമായി. വസ്മൽ ഫാഇലി ഇസ്മിനെയും അതിലേക്ക് ചേർത്തു. ഇസ്മൽ ഫാഇലി ഫാഇലിന്റെ നാമം എന്ന് പറഞ്ഞപ്പോൾ ഇസ്മിനെ ഫാഇലിലേക്ക് ഇളാഫത്ത് ചെയ്തു. ഫാഇലിൽ കസ്റ വന്നു, ഇസ്മിന് മഫ്ഊൽ ബിഹിയുടെ അടയാളം വന്നു. വസ്മൽ മഫ്ഊലി പിന്നെ രണ്ടാമത്തെ ഇസ്മിനും എന്ത് ചെയ്തു? ഇസ്മിന്റെ അടയാളം, ഇസ്മിന് നേരത്തെ പറഞ്ഞ അയ്യൻ അൽ മാദിയയുടെ അടയാളം വന്നു. അതിലേക്കാണ് എല്ലാത്തിനും ഇളാഫത്ത്, അതിലേക്കാണ് അത്ഫ്, ഇളാഫത്ത് അല്ല സോറി അത്ഫ് ചെയ്തിരിക്കുന്നത്. വാവ് ഉപയോഗിച്ച് അതിലേക്ക് ബന്ധപ്പെടുത്തിയത്, അതിന്റെ അടയാളം വന്നു. പിന്നെ എന്ത് ചെയ്തു? വസ്മൈനി രണ്ട് നാമങ്ങളെയും. അപ്പൊ എന്ത് ചെയ്തു? ഇസ്മൈനി ഇസ്മാനി ഇസ്മൈനി എങ്ങനെയായി? മഫ്ഊൽ ബിഹി ആയതുകൊണ്ട് യാ കൊണ്ട് നസ്ബ് ചെയ്തു അസ്മൈനി. പിന്നെ ഇസ്മൈനി എന്ത് ചെയ്തു? സമാനിലേക്ക് ഇളാഫത്ത് ചെയ്തു. സമാനിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോ എന്തായി? ഒരാളെങ്കിലും പറയും. നൂന് പോയി ഹദഫിൻ നൂൻ. ദുർബലാശമൊന്നും അല്ല അവിടെ. യാ ഇവിടെ ഉണ്ടല്ലോ. ഇളാഫത്ത് ചെയ്യുമ്പോൾ വിഭജനത്തിന്റെയും ബഹുവചനത്തിന്റെയും നാപവും തബ്ബത് യദാ അബീ ലഹബിൻ. യദാനിയുടെ നാ എങ്ങനെ പോയി? അബിലേക്ക് ഇളാഫത്ത് ചെയ്തു, യദാ അബീ ലഹബിൻ. അതേപോലെ ഇവിടെ അവിടെ യദാ അബീ ലഹബിൻ എന്ന് പറഞ്ഞപ്പോ അവിടെ എന്താണ്? തബ്ബത്തിന്റെ ഫായിലാണ് യദാനി. അവിടെ മർഫു ആണ്, ഇവിടെ മൻസൂബാണ്. അസ്മൈനി. അപ്പൊ ഇസ്മയിസ് ജമാനി. ഇസ്മൈനി പിന്നെ യാന് സുക്കൂനായിരുന്നു. പിന്നെ അസ്സമാനും കൂടെ ചേർത്തപ്പോ എന്തായി? യാന്റെ സുക്കൂന് മാറ്റി കസർ കൊടുത്തു. അസ്മയിസ് ജമാനി വൽ മക്കാനി. അപ്പൊ ഇസ്മുസ് ജമാനും മക്കാനും എന്ത് ചെയ്യുക? അടയാളപ്പെടുത്തുക. ഈ പറഞ്ഞതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ച സംഗതികള് ഫഅല ഗ്രൂപ്പിലുള്ള എല്ലാം, നമ്മുടെ ഭാഷയിൽ സബ്ബഹ ഗ്രൂപ്പിലുള്ള ഇതെല്ലാം അടയാളപ്പെടുത്തുക. ഖബ്ബല അത്ഫുലു ഉമ്മഹു. ഖബ്ബൽ എന്താണ്? ഫേല് മാദിയാണ്. പിന്നെ വേറെ ഒന്നുമില്ല അതില്. ഈ പറഞ്ഞ സംഗതി ഒന്നും അതിലില്ല. അസ്സാനി അസ്ദിൻ ലൽളുഹ്രി യാ അലിയു ഫഖദ് ഹാനൽ വഖ്തു. അതിലെന്തുണ്ട്? അദ്ദിൻ എന്താ? അദ്ദിൻ അതെ എന്താണ്? എന്ത് രൂപമാണ് അയ്യു വസിൻ? അപ്പൊ അദ്ദിൻ ഫേൽ അംറാണ്. അദ്ദിൻ ലിൽളുഹ്രി യാ അലിയു നമ്മൾ സാധാരണ മലയാളത്തിൽ പറഞ്ഞതുപോലുള്ള ഒരു പ്രയോഗമാണ്. എന്താ അർത്ഥം? അദ്ദിൻ ലിൽളുഹ്രി, ലോഹറിന്റെ വാങ്ക് കൊടുക്കോ അലി. ഫഖദ് ഹാനൽ വഖ്തു. എന്താർത്ഥം? സമയമായി. സമയമായി. സമയം ആയി കഴിഞ്ഞു.
الثالث هذه الكتب للتوزيع على الحجاج. എന്തുണ്ട് അതില്? ഫായില് മഫ്ഊല് മസ്ദർ എന്താ ഉള്ളത്? ഏത്? മസ്ദർ തൗസിയ. തൗസിയ. അതിന്റെ തൗസിയന്റെ മാദി എന്തായിരിക്കും? വസ്സഅ. നമ്മൾ പഠിച്ചതാണ്. നമ്മൾ പഠിച്ച വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പുതിയ വാക്കൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ പഠിച്ച വാക്കുകൾ, പാഠത്തിൽ പഠിച്ച വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. വസ്സഅ എന്താ അർത്ഥം? വിശാലമാക്കി. എന്താ? വിശാലമാക്കിയോ? വിതരണം ചെയ്തു. വിതരണം ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. മറ്റേത് വസ്സഅയാണ്, സീന്. വസ്സഅ വിശാലമാക്കി. ഇത് വസ്സഅ വിതരണം ചെയ്തു. അല ഹുജ്ജാജ്. ഹുജ്ജാജ് ആരാണ്? ഹാജിമാര്. തീർത്ഥാടകർ. ഹുജ്ജാജ്. الرابع عندك سورة ملونة للكعبة المشرفة. അതിലെന്തുണ്ട്? മൂലവൻ. أي نوع من الفعل؟ അല്ല, അതിന്റെ എന്ത് രൂപമാണ് അതിൽ? ഇസ്മുൽ മഫ്ഊൽ. മുശറഫത്തുൻ. മുഷറഫത്തും ഉണ്ട്. അപ്പൊ ഷറഫ എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധ പുരുഷ. ആദരിച്ചു. അപ്പൊ ആദരിക്കപ്പെട്ട, ആദരണീയമായ. തശ്രീഫൻ വ തഅ്ളീമൻ. ഹജ്ജിന്റെ ദുആയിൽ അതിലുണ്ടല്ലോ ഇത്. തശ്രീഫൻ വ തഅ്ളീമൻ. നമ്മള് ഇത് ചെയ്തതിന് ശേഷമുള്ള പ്രാർത്ഥന ഇല്ലേ? തവാഫ് ചെയ്തു തുടങ്ങുമ്പോഴേ അതിലുണ്ട് ഇത്. തശ്രീഫും തഅ്ളീം. അല്ല, അതിലല്ല. പിന്നെ ഇതിലേക്ക് ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥനയിൽ അത് ഏതിലും ഉണ്ട്. തശ്രീഫും തഅ്ളീമൻ. ഹജ്ജ് ചെയ്തിരുന്നില്ലേ? അതിലുണ്ട്. അപ്പൊ അതങ്ങനെയാണ് കഅബത്തുൽ മുശറഫ, ആദരണീയമായ കഅബ. الخامس قال تعالى الرحمن علم القرآن. അതിലെന്തുണ്ട്? علم فعل ماضي. خلق الإنسان علمه البيان. هذا النبي റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. السادس علمه البيان എന്ന് പറഞ്ഞാൽ എന്താ? ബയാൻ, സംഭാഷണം. കേട്ടാ? ബയാൻ ഒരു ബയാനുണ്ട്. ഒരു ജമാഅത്ത് വന്നിട്ടുണ്ട്, ഒരു ബയാനുണ്ട്. കുറച്ച് നേരം ഇരിക്കണമെന്ന് പറയില്ലേ പള്ളിയില്? വിവരണം. വിവരണം. അപ്പൊ അതാണ് വിവരിക്കാനുള്ള ശേഷിയും പഠിപ്പിച്ചു അവനെ. زارني صديقي فرحبت به. زارني صديقي فرفقت به. رحبت به. رحب എന്താ? റഹബ എന്താ? റഹബത്ത് ഫിഅൽ മാദിയാണ്. എന്താ അർത്ഥം? സ്വാഗതം ചെയ്തു. മർഹബൻ പറഞ്ഞു. പരിഹയല്ല. ഫറഹബതു. ഫറഹബതു. റഹബ. റഹബ ടു വെൽക്കം. മർഹബൻ പറഞ്ഞു. റഹബ. السابع قال تعالى اليوم نختم على أفواههم وتكلمنا أيديهم. تكلمنا.
അപ്പൊ മുബാരി കല്ലമ തുകല്ലിമു എന്താണ്? ഫേല് മാവിയാണോ മുതാരിയാണോ അമ്രാണോ? മുബാരി മുതാരി. ഫേല് മുതാരി. തുകല്ലിമുന. അപ്പൊ തുകല്ലിമു എന്താണ്? എന്താ തൂ വരാൻ കാര്യം? അത് ഇത് വരാൻ കാര്യം തൂ വരാൻ കാര്യം എന്താ? തുകല്ലിമു എന്ന് പറഞ്ഞാൽ എന്താ? ലാത്തി മസ്ജിദ് മാളി. മാളിയാണ്. തുകല്ലിമുന്റെ അർത്ഥം എന്താ? സംസാരിപ്പിക്കും. ആ, സംസാരിക്കപ്പെട്ടു. സംസാരിപ്പിച്ചു എന്നാണോ? സംസാരിക്കുന്ന ആള്. സംസാരിക്കുന്ന ആളാണോ തുകല്ലിമു? തുകല്ലിമു. കല്ലമ എന്താ? കല്ലമ നമ്മോട് സംസാരിക്കും. അവരുടെ കരങ്ങളെ നാം സംസാരിപ്പിക്കുകയും ചെയ്യും. കരങ്ങളെ സംസാരിപ്പിക്കും. നാളെ നമ്മൾ യാസിൻ വായിച്ചിട്ട് ഇനിയെങ്കിലും നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. കല്ല നമ്മളെ വാക്കിനെ നമ്മൾ അതിന്റെ ആവിർഭാവത്തിലേക്ക് മടക്കുക. കല്ലമയുടെ അർത്ഥം എന്താ? പഠിപ്പിച്ചു. കല്ലമ ഇല്ല സംസാരിപ്പിച്ചു. അപ്പൊ കല്ലമല്ലാഹു മൂസ എന്ന് പറഞ്ഞാൽ അള്ളാഹ് മൂസയെ സംസാരിപ്പിച്ചു എന്നാണ്. സംസാരിച്ചു. കല്ലമ സംസാരിപ്പിച്ചതല്ല. കല്ലമ സംസാരിച്ചു. തുകല്ലിമുന നമ്മോട് സംസാരിക്കും. നമ്മോട് സംസാരിക്കും. പിന്നെ തൂ എങ്ങനെ വന്നു? നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കും. മുലാരി മസീദ് ഫീഹി. താ എങ്ങനെ വന്നെന്നാണ് ചോദിക്കുക. താ വന്നിങ്ങനെ ഐതിഹ്യം സ്ത്രീലിംഗമായതുകൊണ്ട് കേട്ടാ. ഐതിഹ്യം സ്ത്രീലിംഗമായതുകൊണ്ടാണ് തുകല്ലിമു എന്നുള്ളത്. തുകല്ലിമു അവ സംസാരിക്കും. നമ്മോട്. പിന്നെ ഐതി ഫായിലായതുകൊണ്ടാണ് തൂ വന്നത്. അങ്ങനെയാണ് തുകല്ലിമുന ഐതിഹ്യം. യത് പൊതുവെ എന്താണ്? മുഅന്നസാണ്. ജോഡിയായിട്ട് വരുന്നതെല്ലാം മുഅന്നസാണ്. പിന്നെ ജമ്മ ആയപ്പോ പിന്നെ പറയുമല്ല ഐതിഹ്യം. അപ്പോ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. ഇന്ന് അവരുടെ അഫ്വാഹ് എന്താണ്? വായ. ഇതിന്റെ ഏകവചനം ഉണ്ട് ഖുർആനില്. ഫാഹുൻ. ഫാഹുൻ കേട്ടോ. ബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു. വായ നിറയാൻ വേണ്ടി കൈ നീട്ടുന്നവനെ പോലെയാണെന്ന് അള്ളാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവൻ. അപ്പോ ഫാഹുൻ എന്നതിന്റെ ബഹുവചനമാണ് അഫ്വാഹുൻ. വായിക്ക് ഫമുൻ എന്നും പറയും. വായിക്ക് ഫമുൻ എന്ന് പറയും. ഫമൻ എന്ന് പറയുമ്പോൾ ഫമിന്റെ ബഹുവചനം അഫ്മാമുൻ എന്നും ഉപയോഗിക്കാം. ഈ പറഞ്ഞ അഫ്വാഹും ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. ഇന്ന് അവരുടെ വായകൾ നാം സീൽ വയ്ക്കും. വതുകല്ലിമുന ഐദീഹിം. നമ്മൾ അവരെ കൈകൊണ്ട് സംസാരിപ്പിക്കുമെന്നല്ല, നാം അവരുടെ വായകൾ സീൽ വയ്ക്കും. അവരുടെ കൈകൾ സംസാരിക്കും. കൈകൾ നമ്മോട് സംസാരിക്കും. അടുത്ത് അസ്സാമിൻ. ഉലിദത് ലി ബിൻതുൻ വസമ്മൈതുഹാ മറിയമ. ഇതിൽ ഏതുണ്ട്? നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഏതുണ്ട്?
സമ്മതിച്ചു സമ്മൈതുഹ. അയ്യു നൗ മിനൽ ഫിഅൽ? സമ്മ ഫിഅൽ മാദിയാണ്. സമ്മ എന്നുള്ളത്, സമ്മൈതു എന്നുള്ളത് ഫിഅൽ മാദിയാണ്. ഉലിദത്തിൽ ഈ ബിന്തുൻ, എനിക്ക് ഒരു പെൺകുട്ടി ജനിച്ചു. സമ്മൈതുഹ മറിയം. എന്നെ പേര് വിളിച്ചു, പറയുന്ന പേര്. ഞാൻ അവൾക്ക് മറിയം എന്ന് നാമകരണം ചെയ്തു. മനില്ലദി അല്ലഫൽ മുവത്തഅ? അതിലെന്തുണ്ട്? നമ്മൾ പഠിച്ച അല്ലഫ. എന്ത് രൂപമാണ്? ഫിഅൽ മാദിയാണ്. അപ്പൊ അൽ മുവത്തഅ കേട്ടിട്ടുണ്ട്? അൽ മുവത്തഉ. ഇമാം മാലിക്കിന്റെ ഹദീസ് ഗ്രന്ഥത്തിന്റെ പേരാണ് അൽ മുവത്തഉ. ഇമാം മാലിക്കിന്റെ. അപ്പോ ഇതിന്റെ ഉത്തരം വേണമെങ്കിൽ അല്ലഫഹു അൽ ഇമാം അൽ മാലിക്. ഇമാം മാലിക്കാണ് അതിനെ ക്രോഡീകരിച്ച് അതിന്റെ ഗ്രന്ഥരചന നടത്തിയത്. അൽ ആഷിർ അത് അൽ മുവത്തഅ അല്ലേ? അൽ മുവത്തഅ മഫ്ഊൽ ബിഹി. വത്തഅ പാത ഉണ്ടാക്കി. വതഅ എന്ന് പറഞ്ഞാല് ചുവട് വെച്ചു. വത്തഅ എന്ന് പറഞ്ഞാൽ ചുവട് വയ്ക്കാനുള്ള പാത നിർമ്മിച്ചു. അൽ മുവത്തഅ എന്ന് പറഞ്ഞാൽ പാത നിർമ്മിക്കപ്പെട്ടത്. ഇസ്മുൽ മഫ്ഊൽ. അൽ ആഷിർ ഉജ്ജിലൽ ഇജ്തിമാഉ ഇലാ അജലിൻ ഗൈരി മുസമ്മൻ. അപ്പൊ അതെന്തുണ്ട്? ഉജ്ജില. ഉജ്ജില എന്താണ്? പാസീവ് വോയിസ് അല്ലേ? ഫിഅൽ മാദിൻ മജ്ഹൂൽ. ഫിഅൽ മാദിൻ മജ്ഹൂൽ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അജ്ജല ധൃതി കൂട്ടി. അത് ഐനാണ്. അജ്ജല ധൃതി കൂട്ടി. ഇത് അജ്ജല പ്രതിഫലം നൽകി. അതുമല്ല, അത് അജിർ ആണെങ്കിൽ ജീമും റാവും ആണ്. അജ്ജല ഖുർആനിൽ വന്നിട്ടുള്ളതാണ് എന്റെ ഓർമ്മ. അജലുണ്ട്. അജലെന്താ? ഇല അജലിൻ മുസമ്മ. എന്താ അർത്ഥം? നിർണിത സമയം വരെ. അപ്പൊ അജലെന്താ? അവധി. അജൽ അവധി. അവധി. അപ്പൊ അജ്ജല സമയം നൽകി. അവധി നൽകി അല്ലെങ്കിൽ സമയം നീട്ടിവെച്ചു എന്ന അർത്ഥത്തിലാണ് ഇവിടെ അജ്ജലൽ ഇജ്തിമാഉ. പോസ്റ്റ്പോൺ ചെയ്തു. മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തു. ഇലാ അജലിൻ ഗൈരി മുസമ്മൻ. മുസമ്മ സമ്മയുടെ എന്താണ്? മുസമ്മൻ മസ്മൂലാണ് മുസമ്മൻ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഗൈരി മുസമ്മൻ എന്ന് പറഞ്ഞാൽ അൺസ്പെസിഫിക്. നിർണിതമല്ലാത്ത സമയം പേര് വിളിക്കപ്പെടാത്ത, സമയം പറയപ്പെടാത്ത, മെൻഷൻ ചെയ്യപ്പെടാത്ത, അനിശ്ചിതമായ നമ്മൾ പ്രാക്ടിക്കലി പറയാം. നിർണിതമല്ലാത്ത അവധിയിലേക്ക് എന്ത് ചെയ്തു? അജ്ജല. അതെ, പോസ്റ്റ്പോൺ ചെയ്തു. അൽ ഹാദി അശർ അതുദഖിൻ ലാ വഹൽ യുദഖിനു റജുലുൻ ആഖിലുൻ ഇന്ന തദ്ഖീല സബബു അംറാദിൻ ഖതീറത്തിൻ കസ്സറതാനി. എന്തൊക്കെ ഉണ്ട് അതില്? അതുദഖിനു, അതാണ് ആദ്യത്തെ ചോദ്യം. ഫിഅൽ മുളാരിയാണ്. ദഖന യുദഖിനു, തുദഖിനു. നീ പുകവലിക്കുകയാണോ? മറുപടി ലാ. വഹൽ യുദഖിനു റജുലുൻ ആഖിലുൻ. അവിടെ എന്തുണ്ട്?
യുദഖിൽ. മുളകി തന്നെ. യുദഖിനു എന്ന് പറഞ്ഞ ഫേല് മുളാരിയുണ്ട്. ആഖിൽ ആരാണ്? ആഖില് ഇസ്മുൽ ഫാഇൽ. ഇസ്മുൽ ഫാഇലിന്റെ അതിന്റെ സുലാസി മുജറദിന്റെയാണ്. അതിന്റെ അർത്ഥമാണ് ഞാൻ ചോദിച്ചത്. സുലാസി മുജറദായിട്ട് നമ്മൾ സബ്ജക്റ്റ് വരുന്നില്ല. ബുദ്ധിമാൻ. ബുദ്ധിയുള്ളവൻ പുകവലിക്കുമോ? ഹൽ യുദഖിനു റജുലുൻ ആഖിലുൻ, ബുദ്ധിയുള്ള മനുഷ്യൻ പുകവലിക്കുമോ? ഇന്ന തദ്ഖീന സബബു അംറാദിൻ ഖതീറത്തിൻ. അതിലെന്തുണ്ട്? ഫേല് മസ്ദർ. ഫേല് മസ്ദർ എന്ന് പറയാൻ പറ്റില്ല, മസ്ദർ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. മസ്ദറാണ്. മുഷ്തഖുൻ മിനൽ ഫഅലി ദഖന. ദഖന എന്ന ഫഅലിൽ നിന്നും വന്ന മസ്ദർ ഉണ്ട് ഇതിൽ. സബബ് അംറാദിൻ ഖതീറത്തിൻ. ഖതീറത്ത് എന്താ? ഡേഞ്ചർ. ഡേഞ്ചറസ്. ഖതീറത്ത് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ്. ഡേഞ്ചറസ് ആയിട്ടുള്ള രോഗങ്ങളുടെ കാരണമാണ്. കസ്സറത്താൻ. സറത്താൻ എന്താ? മുറിക്കപ്പെട്ടതാണ്. സറത്താൻ ക്യാൻസർ. സറത്താൻ ക്യാൻസർ നേരത്തെ തന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ അർത്ഥം. നൗഫല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നൗഫൽ അടുത്തതിന്റെ പറ്റിയാണെങ്കിൽ കേട്ടോ, ഇത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത പാഠത്തിന്റെ. ബലഗനി അന്നക ഉയ്യിൻത സഫീറൻ ഫജിഅതു ലിത്തഹ്നിഅതി. ബലഗനി. ബലഗനി മാതി മുജറദാണ്. ഇതിൽ പെട്ടതല്ല, നമ്മൾ പഠിക്കാനുള്ള വിഷയത്തിൽ പെട്ടത്, നമ്മുടെ സബ്ജക്റ്റിൽ പെട്ടതല്ല. ബലഗനിയുടെ അർത്ഥം എന്താ? എന്നെ എത്തിച്ചു എന്നല്ല, എന്റെ അടുത്ത് എത്തിയെന്ന്. ഞാനെത്തിയെന്നാണ് പറയേണ്ടതെങ്കിൽ ബലഗത്തു എന്നാണ് പറയേണ്ടത്. ബലഗത്തു, ഞാനെത്തി. ബലഗ നീ, എന്റെ അടുക്കലെത്തി എന്ന് പറഞ്ഞാൽ ഞാൻ മറിഞ്ഞു, ഞാൻ മനസ്സിലാക്കിയെന്ന് അർത്ഥം കേട്ടോ. അന്നക്ക ഒയ്യിന്റെ സഫീറൻ ഫജിഅതു ലിത്തഹ്നിഅതി. അപ്പൊ അതിലെന്തൊക്കെയുണ്ട് നമ്മൾ പഠിക്കുക, നമ്മുടെ സബ്ജക്റ്റിൽ പെട്ട? അയ്യനയുടെ എന്താണ്? മജ്ഹൂലുണ്ട്. നീ എന്ത് ചെയ്തു? അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. അയ്യനെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോയിന്റ് ചെയ്യുന്നതിന് അയ്യനെ ഉപയോഗിക്കും. നിശ്ചയിച്ചു എന്നും നിർണയിച്ചു എന്നും നമ്മൾ മാർക്ക് ചെയ്യാനൊക്കെ അയ്യന വാക്കാണ് പറഞ്ഞത്. ഇവിടെ അയ്യൻത, നീ അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. യു ഹാവ് ബീൻ അപ്പോയിന്റഡ്. സഫീറൻ. സഫീർ ആരാ? സഫീർ യാത്രക്കാരനാണോ? സഫീർ അംബാസഡർ. സഫീർ അംബാസിഡർ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഏതോ പാഠത്തില്. സഫീർ. അത് അപ്പൊ സിഫാറ വരുമ്പോ എന്തായി? സിഫാറ വരുമ്പോ എംബസി. സിഫാറത്തുൻ എംബസി. സഫീർ അംബാസിഡർ. അതിൽ വല്ലതും ഉണ്ടോ നമ്മൾ പഠിച്ചത്? തഹനിയത്ത് എന്തിന്റെ മസ്ദറാണ്? എന്താ അർത്ഥം? കൺഗ്രാജുലേറ്റ് ചെയ്തു. കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അയിനൽ മുസല്ല. അതിലെന്തുണ്ട്? മുസല്ല എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? എന്തായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? അയിനൽ മുസല്ല ഇസ്മുൽ മക്കാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമസ്കരിക്കുന്ന സ്ഥലം എവിടെയാണ് എന്നാണ് കേട്ടോ. നമസ്കരിക്കുന്ന സ്ഥലം എവിടെയാണ്? അപ്പൊ നമ്മൾ ചോദിക്കുന്ന സമയത്ത് മുസല്ല, നമുക്ക് നമസ്കരിക്കാനുള്ള സ്ഥലമാണ് ചോദിക്കുന്നതെങ്കിൽ
ആ സന്ദർഭത്തിനനുസരിച്ച് വാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈദിന് പോവുകയാണെങ്കിൽ എന്ത് ചോദിക്കാം? അതിനൽ മുസല്ല, മുസല്ലയുടെ ഈദുൽ മുസല്ലയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കുന്നതൊക്കെ മനസ്സിലാവും. നമ്മളൊരു ബിൽഡിങ്ങിൽ ചെന്നാൽ ആ ബിൽഡിങ്ങിൽ ഒരു വലിയ ബിൽഡിംഗ് ആയിരിക്കും. അവിടെ എന്താ ചോദിക്കേണ്ടത്? മസ്ജിദ് അല്ല ചോദിക്കേണ്ടത്, അവിടെ മുസല്ലയാണ് ചോദിക്കേണ്ടത്. ഇവിടെ നമസ്കരിക്കുന്ന സ്ഥലം എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കണം. അപ്പോൾ അവിടെ മുസല്ല ഉണ്ടാവും. ചിലപ്പോൾ അതൊരു ഹാളാകാം, അല്ലെങ്കിൽ പാസേജ് ആകാം. എന്തായാലും അവിടെ നമസ്കരിക്കുന്ന സ്ഥലം ഉണ്ടാവും. അതേപോലെ വെള്ളിയാഴ്ച നമുക്ക് ജുമയ്ക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചോദിക്കേണ്ടത്? മസ്ജിദ് ചോദിക്കരുത്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഏത് മസ്ജിദും ആകാം. അപ്പൊ അയാൾ അവിടെ ഒരു മസ്ജിദ് കാണിച്ചു, എവിടെയാണ് മസ്ജിദ് എന്ന് ചോദിച്ചാല് എനിക്ക് അബദ്ധം പറ്റിയതാണ് ഞാൻ പറഞ്ഞത്. എവിടെയാ മസ്ജിദ് എന്ന് ചോദിച്ചു ഞാൻ ജുമയ്ക്ക് പോകുന്ന സമയത്ത്. ഞങ്ങൾ നടന്നു പോയാൽ എവിടെയാ മസ്ജിദ് എന്ന് എനിക്കറിയില്ല. പള്ളി ജുമയുടെ പള്ളി എവിടെ എന്നറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അയൽ മസ്ജിദ് എന്ന് ചോദിച്ചു, ഉബൈൽ മസ്ജിദ് എന്ന് ചോദിച്ചു. അപ്പൊ നാളെ എവിടെയാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ അടച്ചിട്ടിരിക്കുക. അപ്പൊ അവിടെ നമ്മുടെ സ്രാമ്പിയ പോലുള്ള പള്ളികളിലൊന്നും ജുമ ഉണ്ടാവില്ല. ഒരുപാട് പള്ളികളുണ്ടാവും, എല്ലാ പള്ളികളിലും ജുമ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചോദിക്കണം? ജാമ്യ ചോദിക്കണം. ജാമ്യ, അതിനാൽ ജാമ്യ ജുമ അടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിക്കണം. ഓക്കെ, ഇപ്പൊ ഇവിടെ മുസല്ല എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന സ്ഥലം നമ്മൾ. അറാബിയത്ത് അഷർ അദ്റുസു ബിൽ ജാമിയത്തിൽ ഇസ്ലാമിയത്തി ബിൽ ബനീനത്തിൽ മുനവ്വറത്തി. എന്തുണ്ട്? അദ്റുസുൽ എന്താ ഉള്ളത്? നമ്മൾ പഠിച്ച സബ്ബഹ ഗ്രൂപ്പാണ്. സബ്ബഹ ഗ്രൂപ്പിന്റെ ഇതാണ് ചോദിച്ചത്. സബ്ബഹ ഗ്രൂപ്പിന്റെ മാളി, മുദാരി, അംറ്, പിന്നെ ഇസ്മുൽ ഫാഇൽ, ഇസ്മുൽ മഫ്ഊല്, പിന്നെ ഇസ്മുൽ മക്കാൻ, ഇതൊക്കെയാണ് ചോദിച്ചത്. മുനവ്വറത്ത് എന്താണ്? ഇസ്മുൽ മഫ്ഊൽ. ഇസ്മുൽ മഫ്ഊൽ ആണ്. അത് ഏതിന്റെയാണ്? അതിന്റെ ഫിഅൽ മാളി എന്തായിരിക്കും? നവ്വറ. അതാണ് നവ്വറ അല്ലാഹു മർകദഹു എന്നൊക്കെ പറയുമല്ലോ. എന്താ നവ്വറ അല്ലാഹു മർകദഹു എന്ന് പറഞ്ഞാല്? അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കട്ടെ എന്നാണ്. അപ്പൊ മുനവ്വറത്തുൻ പ്രകാശിപ്പിക്കപ്പെട്ടത്. അതാ ദവാഉൻ മുഖവ്വിൻ. അതാ ദവാഉൻ മുഖവ്വിൻ. ഇസ്മുൽ ഫാഇൽ. ഇസ്മുൽ ഫാഇലാണ്. എന്താ അതിന്റെ അർത്ഥം? ദവാ മരുന്ന്. അതാ ദവാഇന് ഇതൊരു മരുന്നാണ്. മുഖവ്വിൻ, മുഖവ്വിന്റെ അതിന്റെ മാവിലേക്ക് മടക്കി നോക്ക്. കവ്വ എന്താ അർത്ഥം? കവ്വ എന്താ അർത്ഥം? കുവ്വത്തില്ലേ, കുവ്വത്ത്. സ്ട്രോങ് ആക്കുക. കവ്വ സ്ട്രോങ് ആക്കി. കവ്വ യുകവ്വി. മുഖവ്വിൻ ഇതെന്താണ്? സ്ട്രെങ്ത് നൽകുന്ന മരുന്നാണ്, എനർജൈസർ ആണ്. അല്ലെങ്കിൽ ടോണിക് എന്നും പറയാം. ടോണിക് എന്നും പറയാം. ഓക്കെ, ദവാഅൻ മുഖവ്വിൻ. പിന്നെ അടുത്ത 7ാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോ അതിലേക്ക് പോകുന്നില്ല. ജംഇ തക്സീർ മിൻ ഔസാനി ജംഇ തക്സീർ. അപ്പോ ജംഇ തക്സീർ എന്താണ്? ബ്രോക്കൺ പ്ലൂറൽ. നമ്മളിപ്പോ പോകുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കുക. അതിൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. ഓക്കെ, നമ്മുടെ സൗണ്ട് സിസ്റ്റം മാറ്റിയായിരുന്നു. സൗണ്ട് ക്ലിയർ ഉണ്ടോ? അതെ, ക്ലിയർ.
ക്ലിയർ നേരത്തേനേക്കാളും സൗണ്ട് കൂടുതലാണോ കുറവാണോ? നല്ല സൗണ്ടാണ്. ക്ലിയർ ഉണ്ട് അതുകൊണ്ട്. നല്ല സൗണ്ടാണ്. എന്റെ ബുക്കിലുള്ള ജമ്മൻ തക്സീറാണ്. തക്സീർ. എന്റെ ബുക്കിൽ ഖത്തറിന്റെ സീനാണ് എന്റെ ബുക്കിലുള്ളത്. തക്സീർ തന്നെയാണ്. കസർ കസറ യുകസ്സിർ എന്ന് പറഞ്ഞാല് പൊട്ടിച്ചു. നമ്മള് കസർ പറയുമ്പോഴെന്തായി? ചുണ്ട് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ബി ഫി ചുണ്ട് പൊട്ടിച്ചു പറയണമെന്നാ. അതിനാണ് കസർ എന്ന് പറയുന്നത്. ലമ്മ എന്ന് പറയുമ്പോൾ ചുണ്ട് കൂട്ടണം. ഓ ലമ്മ എളുമ്മു കൂട്ടി. ഫതഹ എന്ന് പറഞ്ഞാൽ തുറക്കണം. ദാ എന്റെ അടുത്തുള്ള തക്സീറിന്റെ ജമ്മ തക്സീർ മിസ്റ്റേക്ക് ആയിരിക്കും. അല്ലല്ല, ജമ്മ തക്സീറാണ്. ജമ്മ തക്സീർ. നിങ്ങൾക്ക് ഇങ്ങനെ ഏത് ബുക്കിലാണ്? നമ്മുടെ ഇവിടെ നയിച്ചുന്ന ബുക്കാണോ? ബൈൻഡ് അല്ല, അതിന്റെ പിക്ചർ ഒന്ന് ഇട്ടേക്ക് കേട്ടോ. എന്തായാലും ബൈൻഡിന്റെ പിക്ചർ ഒന്ന് ഇട്ടേക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നോക്കാം. അത് ഗ്രേറ്റ് മിസ്റ്റേക്ക് ആണ് സംഭവം. വളരെ വലിയ മിസ്റ്റേക്ക് അല്ലേ അത്. തക്സീർ എന്ന് പറയാറില്ല, തക്സീർ എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് ഇതിന്റെ അടിസ്ഥാന പേരുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ പേര് കൊടുത്തിരിക്കുന്നത്. ബ്രോക്കൺ പ്ലൂറൽ എന്ന് പറയും, വിഘടിത ബഹുവചനം. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പ്രാവശ്യം പോവാം. നിങ്ങൾ വായിച്ചിട്ട് വരിക. അത് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഡൗട്ടുകൾ? എനിത്തിങ്? നമ്മൾ വളരെ സാവധാനമാണ് പോകുന്നത് കേട്ടോ. എല്ലാം നിങ്ങളെ മെമ്മറികളെ ഒന്നുകൂടി ഉണർത്തിക്കൊണ്ടാണ് പോകുന്നത്. നമ്മൾ എവിടെയൊക്കെ വായിക്കുന്നുണ്ട്, എവിടെയൊക്കെ പഠിക്കുന്നുണ്ട്. വെറുതെ ഇത് വായിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ മൊത്തത്തിൽ ഖുർആനുമായി നമുക്ക് ബന്ധം വേണം. ഇനി വായിക്കുമ്പോൾ ഓർമ്മ വരണം. ഈ പഠിച്ച വാക്കുകൾ നമ്മളെ വീണ്ടും ഓർമ്മിക്കാൻ പറ്റണം. അതിനുള്ള ക്ലൂകൾ തന്നുകൊണ്ടാണ് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷ നന്നായി വായിക്കാനും പഠിക്കാനും, അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അറബി ഭാഷയിൽ അനന്തവിഹായസിലേക്ക് അറബി ഭാഷ എന്ന് പറയുന്നത് വളരെ വിശാലമായി കിടക്കുന്ന എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റുകളും അറബി ഭാഷയിൽ കിട്ടും. അറബി ഭാഷയിൽ കിട്ടാത്ത ഒന്നും ഇപ്പോഴില്ല. ഇവിടെ നിന്ന് അറബി ഭാഷയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ പല സംഗതികളും പിന്നെ അറബി ഭാഷയിൽ നമുക്ക് അപരിചിതമായി തീർന്നിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളൊക്കെ അറബി ഭാഷയിൽ നിന്ന് പോയതാണ്. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ കിട്ടാതിരുന്നതെല്ലാം പിന്നീട് ഇപ്പോൾ എല്ലാം ലഭ്യമാണ്. എല്ലാ സംഗതികളും ലഭ്യമാണ്. മാത്രമല്ല ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ ശേഖരങ്ങൾ അറബി ഭാഷയിൽ തന്നെ ലഭ്യമാകൂ. പിന്നീട് ഉള്ളത് ഇന്ത്യൻ ഭാഷ, ഉറുദുവിൽ ലഭ്യമാണ്. മലയാളത്തിലൊന്നും അത്തരം സബ്ജക്റ്റുകൾ ലഭ്യമല്ല. തിസീസുകൾ, ഗവേഷണങ്ങൾ, വിശാലമായ വീക്ഷണങ്ങളോടുകൂടിയുള്ള ചർച്ചകൾ, പഠനങ്ങൾ, ഗവേഷണങ്ങൾ, ഇതെല്ലാം അറബി ഭാഷയിൽ ധാരാളം ലഭ്യമാണ്. നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ലൈബ്രറിയിൽ പോയിട്ട് കിതാബെടുത്ത് വായിച്ചു വെക്കുക. അല്ലെങ്കിൽ അറബി പുസ്തകങ്ങൾ സെർച്ച് ചെയ്തിട്ട് അത് ഓൺലൈനിലായിട്ട് വരുത്തിക്കാം. എല്ലാം ലഭ്യമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ പലതരത്തിലുള്ള പുതിയ റിവൈസ്ഡ് പ്രിന്റിങ്, കമ്പ്യൂട്ടറൈസ്ഡ് പ്രിന്റിങ് ഒക്കെ ഉണ്ട്. മുമ്പൊക്കെ കിതാബ് നമ്മൾ ബുഖാരി, മുസ്ലിം, പിന്നെ തഫ്സീർ ഇതൊക്കെ പഠിച്ചാൽ നമ്മൾ അറബി കോളേജിൽ പഠിച്ചിട്ടാണ് വരുന്നത്. ഇവിടെ പള്ളി ദർസിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന കിതാബ് ഇങ്ങനെ എഴുതിയിരിക്കുന്ന എഴുത്ത് കണ്ടാൽ തന്നെ എന്താവും? പേടി, അരോചകത്വം തോന്നുന്നത്. അപ്പം അതെല്ലാം മാറിയിട്ട് ശരിയായ അറബി നാടുകളിലുള്ള പ്രിന്റ് തന്നെ ഇവിടെയും ലഭ്യമാണ്. അറബിയിലുള്ള പല പുസ്തകങ്ങളുടെയും കോപ്പികൾ ഇവിടെ ലഭ്യമാണ്. എജ്യു മാർട്ടിലൊക്കെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഗ്രന്ഥങ്ങൾ, നമുക്ക് അറബി ഗ്രന്ഥങ്ങൾ ലഭ്യമാണ്. അപ്പൊ അതിൻ്റെ വിശാലമായ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങനെ ഇറങ്ങിച്ചെല്ലുക, വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇസ്ലാമിക സമൂഹം അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തട്ടെ.
ദീനിനെ യഥാവിധി ദീൻ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാനും അത് മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കാനും യഥാവിധി പ്രകാശിപ്പിക്കുമ്പോൾ ദീനിനോടുള്ള അസ്പൃശ്യതയും അതുപോലുള്ള അരോചകത്വവും ഒക്കെ മാറിക്കിട്ടും. അങ്ങനെയേ മാറ്റാൻ പറ്റും. സൽപ്പേരികൾക്ക് കളങ്കമുണ്ടാക്കുന്ന സംഗതികൾ ശത്രുക്കൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും അതിൻ്റെ ഒരു ഭാഗമാകാം. നമ്മൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം. അപ്പൊ അതിന് വ്യത്യസ്തമായി നാമും നമ്മുടെ നിയന്ത്രണത്തിലുള്ള സമൂഹത്തെയും ഇസ്ലാമിന്റെ മാതൃകകളായി ജീവിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين. الى اللقاء باذن الله والسلام عليكم ورحمه الله وبركاته.